എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രാണായാമ സെഷനാണ്. അതായത് ഈ ഒരു വീഡിയോ നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ട്, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രാണായാമാസ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. വളരെ ഈസി ആയിട്ടുള്ള പ്രാണായാമാസ് നമുക്ക് ഡെയിലി ഹോം പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സെഷനിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് പ്രാണായാമയെ പറ്റി പറയുന്നതിന് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് പ്രാണായാമ എന്ന് പറയുന്നത് എന്താണ്? പ്രാണസ്യ ആയാമഹ പ്രാണായാമ. പ്രാണൻ എന്ന് പറയുന്ന നമ്മുടെ ലൈഫ് എനർജി, അതിൻ്റെ ഒരു ഗമനവും ആഗമനവും, അതായത് നമ്മളത് ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് പോകുന്നതുമായിട്ടുള്ള ആ ഒരു ഫ്ലോയാണ് പ്രാണായാമ എന്ന് പറയുന്നത്. ശ്വാസപ്രശ്വാസ സംയോർഗതി വിച്ഛേദ പ്രാണായാമ. അതായത് നമ്മളുടെ പ്രാണൻ അത് ഉള്ളിലേക്കായിക്കോട്ടെ പുറത്തേക്കായിക്കോട്ടെ അതിൻ്റെ ആ ഒരു ഗതിയെ നമുക്ക് വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യുക, അതാണ് പ്രാണായാമം. ആർക്കൊക്കെയാണോ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അവരൊക്കെ തന്നെ നല്ല യോഗികളാവും എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഇമോഷൻസും പ്രാണനും തമ്മിൽ വളരെയേറെ കണക്റ്റഡ് ആണ്. അത് ഞാൻ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളുടെ ശ്വാസവും നമ്മളുടെ മനസ്സിൻ്റെ ഇമോഷൻസും നമ്മുടെ വികാരങ്ങളും ഒത്തിരിയേറെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ദേഷ്യം വരുമ്പോൾ നമ്മളുടെ ശ്വാസം ഭയങ്കരമായിട്ട് കൂടും. അതുപോലെ തന്നെ നമ്മൾ വളരെ വളരെ ലൈറ്റായിട്ടിരിക്കുന്ന, അതായത് നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്വാസം വിടുന്നുണ്ടോ എന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് ഒരു പ്രാണനും നമ്മളുടെ ഒരു ഇമോഷൻസും തമ്മിലുള്ള ഒരു കണക്ഷൻ. അപ്പോൾ നന്നായിട്ട് എല്ലാ ദിവസവും പ്രാണായാമം ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ ദേഷ്യത്തിനെയും അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദത്തിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രാണായാമ ഒരു കോൺസെപ്റ്റിൽ നമ്മളുടെ വലതുവശത്തിനെ സൂര്യനെന്നും ഇടതുവശത്തിനെ ചന്ദ്രനെന്നും എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ വലതുവശം എന്ന് പറയുന്നത് സൂര്യനായതുകൊണ്ട് തന്നെ അവിടെ ചൂട് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇടതുവശത്തിന് ചന്ദ്രനായതുകൊണ്ട് തന്നെ തണുപ്പും. ദാറ്റ് ഡസൻ മീൻ ഇപ്പോൾ വലതുവശം എൻ്റെ ചൂടും ഇടതുവശം തണുപ്പും അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ഇതൊരു ചൂടും തണുപ്പും തമ്മിലുള്ള ഒരു ബാലൻസ് കൂടി നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആ ചൂടും തണുപ്പും തമ്മിലുള്ള ഒരു ബാലൻസ് കൂടിയാണ് പ്രാണായാമം നമുക്ക് തരുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മളുടെ ശരീരത്തിൻ്റെ ഉഷ്ണം കൂടുതലാവുമ്പോൾ, അതായത് നമ്മളുടെ പറഞ്ഞിരിക്കുന്ന ഉഷ്ണത്തിനേക്കാളും കൂടുതലാവുമ്പോൾ പ്രാണായാമത്തിലുള്ള ഇടതുവശത്തിനെ കൂട്ടുക, അതായത് ചന്ദ്രനെ നമ്മൾ കുറച്ചും കൂടെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉഷ്ണം കുറയുന്നു. അതേപോലെ തന്നെ നമ്മൾക്ക് ഉഷ്ണം വേണ്ട സമയമുണ്ട്. അതായത് നമ്മൾക്ക് ഈ സൈനസൈറ്റിസ്, കഫക്കെട്ടൊക്കെ കൂടുമ്പോൾ നമ്മളുടെ ഈ വലതുവശത്തിൻ്റെ ഉഷ്ണത്തിനെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഈ കഫക്കെട്ടിനെ നമുക്ക് ഉരുക്കി നമ്മളുടെ ശരീരത്തിൽ നിന്ന് കളയാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഒരു സെൽഫ് ഡോക്ടർ ആവാൻ പോലും നമുക്ക് പ്രാണായാമം നമ്മളെ സഹായിക്കുന്നു. അതുകൂടാതെ നമ്മളെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതായത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം നമ്മൾ മുഴുവൻ സമയം പുറത്തേക്കാണ് നോക്കിയിരിക്കുന്നത്. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ നമ്മളുടെ ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ചിന്തകളിലേക്ക് നമ്മൾ ആഴ്ന്നു പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൈ എങ്ങനെയാണ് ഇരിക്കുന്നത്, കാലെങ്ങനെയാണ് ഇരിക്കുന്നത്, ഇതൊന്നും നമുക്ക് ചിന്തിക്കാനുള്ളൊരു സമയം നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഇല്ല, അല്ലേ? അപ്പോൾ നമ്മൾ ഈ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് നമ്മളെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ എന്ത് അവിടെ നമുക്ക് ബെനിഫിറ്റ് കിട്ടും? ഈ ശരീരത്തിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ ശരീരം നമ്മളെയും ശ്രദ്ധിക്കാൻ തുടങ്ങും. അല്ലാതെ നമുക്കൊരാവശ്യമുള്ളപ്പോൾ ബോഡിയുടെ അടുത്ത് പോയിട്ട് കുറേ ഇത് ചെയ്തിട്ട് കാര്യമില്ല. ഈ ബോഡിയെ നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾക്ക് വളരെ അനിവാര്യമായൊരു ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് ഈ ഡെമോൺസ്ട്രേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം മെയിനായിട്ട് ഏറ്റവും പ്രധാനം എന്താണ്? എങ്ങനെയാണ് ഇരിക്കുന്നതെന്നാണ്. അപ്പോൾ ഒത്തിരി പേര് പറയും എനിക്ക് കുറേ നേരം ഇങ്ങനെ ഇരിക്കാൻ സാധിക്കില്ല. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്കൊരു കസേരയിലിരുന്ന് പ്രാണായാമം ചെയ്യാം. നിങ്ങളുടെ നടു ഇതുപോലെ നിവർന്നിരിക്കുക, പ്രാണൻ നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളുടെ ശരീരത്തിലൂടെ പ്രവഹിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പൊസിഷൻ ഈ വജ്രാസനമാണ്. ഇപ്പോൾ കുറേ പേർക്ക് ചമ്രം പടിഞ്ഞാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി അവരുടെ ഒരു നട്ടെല്ല്
സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ളൊരു യോഗ ബ്ലോക്ക്, ഇത് ആമസോണിൽ നിന്ന് കിട്ടുന്ന ഒരു യോഗ ബ്ലോക്കാണ്. അത് നിങ്ങൾക്ക് മേടിച്ച് ഒരു പലകയുടെ മുകളിൽ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഈ ഒരു ഇതിൻ്റെ മുകളിൽ കയറി ഇരിക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സ്പൈൻ കിട്ടും. അതുകൂടാതെ നിങ്ങളുടെ ഈ കാലൊക്കെ ഒന്നുകൂടി റിലാക്സ്ഡ് ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്ലോക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചമ്രം പടിഞ്ഞ് നിങ്ങൾക്ക് ഇരിക്കാം. അപ്പോൾ ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇരിക്കാം. അപ്പം ഞാൻ ആദ്യം കുറച്ച് നേരം ഈ ബ്ലോക്ക് എടുത്ത സ്ഥിതിക്ക് ഞാൻ ആദ്യം തന്നെ ഈ ഒരു പൊസിഷനിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മുദ്രയാണ് നാസിക മുദ്ര. ഇത് മൂക്കിൻ്റെ ഈ ഒരു വലത് മൂക്കടയ്ക്കാനായിട്ട് തള്ളവിരലും ഈ മറ്റ് 2 വിരലുകൾ നമ്മളുടെ ഇടത് മൂക്കടയ്ക്കാനുമാണ്. അപ്പം നമ്മളുടെ ആദ്യം നമുക്ക് സൂര്യ അനുലോമ വിലോമ പ്രാണായാമം, അതായത് സൂര്യനെ ഞാൻ ആദ്യം പറഞ്ഞു ചൂട് ആക്കുന്നതാണ് സൂര്യ അനുലോമ, തണുപ്പാക്കുന്നതാണ് ചന്ദ്ര അനുലോമ വിലോമ. അപ്പോൾ പേരുകൾ കേട്ട് നിങ്ങൾ പേടിക്കണ്ട. നമുക്ക് റൈറ്റ് സൈഡിനെ നമുക്ക് ആദ്യം ആക്ടിവേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇടത് വിരൽ ഇങ്ങനത്തെ ഒരു ചിൻ മുദ്രയിൽ പിടിക്കുക. ഇതൊന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കമ്പൽസറി അല്ല. നിങ്ങൾക്കിപ്പോൾ ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ 2 വിരൽ ഉപയോഗിച്ചും ഇങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ല. നമ്മൾ നാസിക മുദ്ര പിടിച്ചു. അതിനുശേഷം നമ്മുടെ ഇടത് മൂക്കടച്ചിട്ട് വലതിലൂടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. 3, 6, 9 എന്നീ കണക്കുകളിലാണ് നമ്മൾ ഈ പ്രാണായാമം ചെയ്യുമ്പോൾ 3 തവണ ആദ്യം ചെയ്യാം. ദീർഘമായിട്ട് ശ്വാസം എടുത്തു, വലതിലൂടെ തന്നെ ശ്വാസം വിടുക. ശേഷം വലതടച്ച് ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. വലതിൻ്റെയും ഇടതിൻ്റെയും ആ ഡിഫറൻസ് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ 2 കൈകളും ചിൻമുദ്രയിൽ തന്നെ വച്ച് നടുനിവർത്തി നമ്മളുടെ ശ്വാസഗതിയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് സൂര്യഭേദന എന്ന് പറയും. അതായത് വലതിലൂടെ ശ്വാസം എടുത്ത് ഇടതിലൂടെ വിടുക. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് സൂര്യ അനുലോമ വിലോമ എന്ന് പറയുന്ന വലതിലൂടെ എടുത്ത് വലതിലൂടെ വിടുക, ഇടതിലൂടെ എടുത്ത് ഇടതിലൂടെ വിടുക. ഇനി വലതിലൂടെ എടുത്ത് ഇടതിലൂടെ വിടുക, ഇടതിലൂടെ എടുത്ത് വലതിലൂടെ വിടുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കത് അതിൻ്റെ ഡെമോൺസ്ട്രേഷനിലേക്ക് കിടക്കാം. വലതിലൂടെ എടുക്കുന്നു, അടച്ച് ഇടതിലൂടെ വിടുക, ക്ലോസ് ചെയ്യുക, വലതിലൂടെ എടുക്കുക, ഇടതിലൂടെ വിടുക. ഒന്നുകൂടി. ശേഷം ഇടതിലൂടെ എടുത്ത് വലതിലൂടെ വിടുക. ശേഷം 2 കൈകളും ചിൻമുദ്രയിലാക്കിക്കൊണ്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യാം. ഇപ്പോൾ ചെയ്ത പ്രാണായാമയുടെ ഒരു
ഡിഫറൻസ്, നമ്മുടെ ശരീരത്തിൽ എന്ത് ഡിഫറൻസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ ശ്വാസഗതിയിലേക്കൊന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ സാധിക്കുമെങ്കിൽ അതിലേക്കൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഉണ്ടായ ആ വ്യത്യാസങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്യുക. സാവധാനം നമ്മൾ നെക്സ്റ്റ് പ്രാണായാമയിലേക്ക് കിടക്കാം. അപ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു പ്രാണായാമയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ യൂഷ്വലി നമ്മൾ തുടക്കക്കാരിൽ കാണുന്ന ചില മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ശ്വാസം എടുക്കുമ്പോൾ അവരുടെ ബോഡി ഒത്തിരി മൂവ് ചെയ്യും. അതായത് ഇങ്ങനെ അങ്ങനെയൊക്കെ കാണിക്കും അവർ. കാരണം എന്താ വെച്ചാൽ അവരുടെ ഫുൾ ബോഡി എടുത്ത് ഭയങ്കര സ്ട്രെയിനൊക്കെ എടുത്തിട്ടായിരിക്കും ചെയ്യുക. അങ്ങനെയൊന്നും അത്ര കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ആ ഫോക്കസ് എവിടേക്കായിരിക്കണം? നമ്മളുടെ ചെസ്റ്റിലേക്ക്. അതായത് നമ്മൾ ഇങ്ങനെ കാണിക്കാതെ നമ്മൾ വളരെ ലൈറ്റായിട്ട് ഷോൾഡറൊക്കെ റിലാക്സ് ആക്കിയിട്ട് നമ്മളുടെ ആ ശ്വാസം മുഴുവൻ നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുന്ന രീതിയിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ തുടക്കത്തിൽ നമ്മളങ്ങനെ കുഞ്ഞുങ്ങളിലൊക്കെ കാണാറുണ്ട്, അവരിങ്ങനെ ഫുൾ ബോഡി ഇങ്ങനെ പൊക്കി താഴ്ത്തിയൊക്കെ കൊണ്ടുവരും. അപ്പോൾ അത് വളരെ സാവധാനമാണ് അത് കറക്റ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്തൊന്നും അത്ര വിഷമിക്കേണ്ട. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മളിത് ചെയ്യുമ്പോൾ ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മൂക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് രണ്ടാമതൊന്ന് ചെയ്താൽ മതി. അപ്പം തന്നെ എനിക്കിതെല്ലാം സാധിക്കുന്നില്ല എന്നോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. കാരണം ഇന്നും കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല, നാളെയുണ്ട്, നാളത്തെ കഴിഞ്ഞുണ്ട്. അപ്പോൾ പതുക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇനി മൂന്നാമത്തെ ഒരു പ്രാണായാമം എന്ന് പറയുന്നത് നാഡിശുദ്ധി പ്രാണായാമം എന്ന് പറയും. അപ്പോൾ നാഡിശുദ്ധി എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നാഡിശോധന എന്നും കൂടി ഒരു പേരുണ്ട്. അതെന്ന് പറയുന്നത് ഒരു ബാലൻസാണ്. അതായത് ഇടതും വലതും കൂടി ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായല്ലോ. അങ്ങനെ ഒരു ഭേദന വന്നു. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇടതിലൂടെ ഇങ്ങനെ എടുത്ത് ഇങ്ങനൊരു സൈക്കിളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, നമ്മളുടെ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും തമ്മിലുള്ളൊരു ബാലൻസാണ് അവിടെ നടക്കുന്നത്. അത് പ്രത്യേകിച്ചും കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് അല്ലേ ബാലൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ പ്രായത്തിലുള്ളവർക്ക് നന്നായിട്ട് ഫോക്കസ് കിട്ടിയാലും കോൺസെൻട്രേഷൻ കിട്ടിയാലും കോർഡിനേഷൻ കിട്ടിയാലൊക്കെ അല്ലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ IT ഫീൽഡ് ആയിക്കോട്ടെ, ബാങ്ക് എംപ്ലോയി ആയിക്കോട്ടെ, വീട്ടമ്മ ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, പ്രായമായവരായിക്കോട്ടെ, അൽസൈമേഴ്സും ഒക്കെ വരുന്നവർക്കും ഇത് പ്രിവെൻറ്റ് ചെയ്യാനും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാ പ്രായമായവർക്കും ഈസി ആയിട്ട് ഇപ്പം എല്ലാവരും എൻ്റെ കൂടെ ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇത് എൻ്റെ കൂടെ തന്നെ ചെയ്യുക. വലത് മൂക്ക് അടയ്ക്കുക, ശ്വാസം എടുക്കുക, ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, അടയ്ക്കുക, വലതിലൂടെ വിടുക. വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, ഇടതിലൂടെ വിടുക. ഇത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തെ സൈക്കിൾ എടുത്തു, റൈറ്റ് എക്സേൽ, റൈറ്റ് ഇൻഹേൽ, ലെഫ്റ്റ് എക്സേൽ. ഒന്നുകൂടി, ഇതാണ് എല്ലാ സൈക്കിൾസും ഞാൻ 3 തവണ ആണ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്കതൊരു 5 തവണ അല്ലെങ്കിൽ 9 തവണ, 3, 5, 9 എന്നിങ്ങനെ ഓഡ് മൾട്ടിപ്പിൾസാണ് നമ്മൾ കൂടുതലും പ്രാണായാമയിൽ ഉപയോഗിക്കുന്നത്. അതാണ് നല്ല നമ്പർ എന്നാണ് പറയുന്നത്. ഇനി ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറൊരു രസകരമായ ഒരു ഇതെന്ന് പറയുന്നത്, എൻ്റെ ശ്വാസം പെട്ടെന്ന് അങ്ങ് തീർന്നു പോയി എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ ക്ലയൻസ് പറയാറുണ്ട്, ഇങ്ങനെ ആയിപ്പോവും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു അഗ്രഗണ്യനൊന്നും ആവാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് വളരെ സാവധാനമാണത് പ്രാക്ടീസ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുന്നു, അപ്പോൾ പറയും എനിക്ക് ഇനി ശ്വാസം കിട്ടുന്നില്ല എന്ന് പറയും. ഇപ്പം ഞാൻ സ്റ്റക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്, ഇനി ശ്വാസം വിടുക. ഇത്രയും ലെങ്ത്തിലത് വിടാൻ സാധിക്കുന്നത് പ്രാക്ടീസ് കൊണ്ടാണ്. അതേസമയം നമ്മൾ തുടക്കത്തിൽ ചിലപ്പോൾ ശ്വാസം വിടുമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിപ്പോവും. അത് പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിനകത്ത് ഒരു വെറീഡ് ആവേണ്ട കാര്യമേ ഇല്ല. അത് വിത്ത് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നല്ലേ. അപ്പോൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് കാര്യത്തിലും നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വളരെ മെയിനായിട്ടുള്ള ആ 3 പ്രാണായാമം കഴിഞ്ഞു. ഇനി
ഒരു കൂളിംഗ് ബ്രീത്തിങ് എക്സസൈസ്, അതായത് ഹൈ BP ഉള്ളവർക്ക് അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യക്കാർക്ക് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു വളരെ കൂളിംഗ് ബ്രീത്തിങ് എക്സസൈസ് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അസിഡിറ്റിക്ക് ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എയർ കണ്ടീഷൻ നമ്മുടെ ഉള്ളിൽ പിടിപ്പിച്ച പോലെ തോന്നും. അപ്പോൾ അതിന് ഏറ്റവും ഇതാണ് സദന്ത പ്രാണായാമം എന്ന് പറഞ്ഞാൽ വിത്ത് ടീത്ത്, നമ്മുടെ പല്ല് ഉപയോഗിച്ച് നമ്മൾ ബ്രീത്തിങ് ചെയ്യുക. അതായത് പല്ല് കടിച്ച് പിടിക്കുക, എന്നിട്ട് പല്ലിലൂടെ ശ്വാസം എടുക്കുക. ഇങ്ങനെ മൂക്കിലൂടെ ശ്വാസം വിടുക, പല്ലിലൂടെ എടുക്കുക, മൂക്കിലൂടെ വിടുക. ഒന്നുകൂടി ചെയ്യാം. ഇപ്പം നമ്മളുടെ ഇവിടെയൊക്കെ നല്ല പോലെ കൂളായി. അപ്പോൾ നമ്മളുടെ ആ വയറിലേക്ക് ഒരു തണുത്ത കാറ്റ് വീശുമ്പോൾ എങ്ങനെ ഇരിക്കും, നമുക്ക് അസിഡിറ്റിയൊക്കെ നന്നായിട്ട് കുറയും. അത് കൂടാതെ തന്നെ ഭയങ്കര ദേഷ്യം പിടിച്ച് ചെവിയൊക്കെ ചൂടായിട്ടിരിക്കുന്നവർക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കൂളിംഗ് ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു. ഇനി 4ാമത്തെ ഒരു സെക്ഷനായിട്ട് വരുന്നതാണ് ഭ്രാമറി പ്രാണായാമം. അതായത് ഹണി ബീ ബ്രീത്തിങ്, ഹമ്മിങ് ബീ ബ്രീത്തിങ് എന്ന് പറയും. അതായത് ഒരു തേനീച്ച മൂളുന്ന പോലത്തെ ഒരു ശബ്ദം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന വെർട്ടിഗോ ഉള്ളത്, തലകറക്കം, ഇയറിൻ്റെ ഇംബാലൻസ് ഉള്ളവർക്ക് ഇത് ഭയങ്കര നല്ലൊരു പ്രാണായാമയാണ്. പിന്നെ ഒരു സ്ട്രെസ് ബസ്റ്ററാണ്. അതായത് നിങ്ങൾ ഭയങ്കര ദേഷ്യം പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഒരു ആങ്സൈറ്റി, നിങ്ങൾക്ക് ആകെ കൂടി ഭയങ്കര വെപ്രാളം പിടിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഈ പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ സെൽസ് പെട്ടെന്ന് തന്നെ റിലാക്സ്ഡ് ആവുന്നു. അപ്പോൾ ഈവൻ നിങ്ങൾ ഓഫീസിലുള്ള സമയത്ത് പോലും നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ പറഞ്ഞുതരാം. ചെവി നമ്മൾ ഈ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ക്ലോസ് ചെയ്യുക, ശ്വാസം നമ്മൾ എടുക്കുക, ശേഷം മൂളിക്കൊണ്ട് ശ്വാസം വിടുക. അപ്പോൾ മൂളുന്നത് എവിടെയാണ്, ശ്വാസം വിടുന്നത് എവിടെയാണെന്നൊക്കെ കൺഫ്യൂഷൻ വരാറുണ്ട്. ശ്വാസം വിടുന്നതും മൂളുന്നതും ഒരേ സമയം. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇനി ഞാൻ ഉപയോഗിക്കുന്ന ഒരു മുദ്ര എന്ന് പറയുന്നത് ഒരു ബുദ്ധ മുദ്രയാണ്. ബുദ്ധൻ ഉപയോഗിക്കുന്ന ഒരു കൈയിൻ്റെ മുകളിൽ മറ്റൊരു കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളുടെ മടിയിലേക്ക് നമ്മളിങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ തുടയുടെ മുകളിലായിട്ട് നമ്മുടെ കൈകൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇത്രയും നേരം ചെയ്ത പ്രാണായാമം കൊണ്ട് നമ്മുടെ ശരീരത്തിന് വന്ന മാറ്റങ്ങളെയൊക്കെ ഒന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കുക. ശ്വാസഗതിയിലേക്കും നമ്മളുടെ ഹൃദയമിടിപ്പിലേക്കും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ ബ്രെയിൻ സെൽസ് എല്ലാം നന്നായിട്ട് റിലാക്സ്ഡ് ആയിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. വളരെ സാവധാനം നമ്മളുടെ കൈകൾ ഉരുമ്മി ചൂടുണ്ടാക്കി നമ്മുടെ കണ്ണിന് മുകളിലായി സാവധാനം വച്ച് ആ ഒരു ചൂട് നമ്മളുടെ കണ്ണിലേക്ക് പകർന്നു കൊടുത്ത് വളരെ സാവധാനം നമ്മൾ നോർമൽ നമ്മളുടെ റിയാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ഈ ഇത്രയും ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഭയങ്കരമായ നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ ഒരു സെൽഫ് മീ ടൈം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ ശരീരത്തിനെ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു അവസരം. ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും. നിങ്ങൾ വളരെ തിരക്ക് പിടിച്ചിങ്ങനെ ഓടി വന്നിട്ട് നിങ്ങൾ
പെട്ടെന്ന് ഗ്രൗണ്ടഡ് ആവുന്ന ഒരു അവസ്ഥയാണ്. ഇതെല്ലാവർക്കും ഭയങ്കര ആവശ്യമാണ്. അതുകൂടാതെ തന്നെ ഇത് നിങ്ങൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്തേക്കൊരു ഒരു അഡിക്ഷൻ പോലെ നിങ്ങൾക്ക് ഈ ഒരു സമാധാനം നിങ്ങൾക്ക് എല്ലാ ദിവസവും വേണമെന്നും നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഈ ഒരു പ്രാണായാമം വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ നമ്പർ ഓഫ് ടൈംസ് നിങ്ങൾ കൂട്ടുക. എന്നിട്ട് നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ എന്നോട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക.